ശ്രീ അൻവർ സാദത്ത്, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സർ, എറണാകുളത്ത് തന്നെ ഒരു സുപ്രധാന പദ്ധതിയാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. ആ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ സർക്കാർ ഇടപെട്ട് ഏകദേശം 569 കോടി രൂപ സർക്കാർ അനുവദിച്ച് 6.7 കിലോമീറ്റർ 45 മീറ്റർ വീതിയിൽ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി അതിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, ഇതിൻ്റെ മൂന്നാം ഘട്ടം ചൊവ്വര മുതൽ എയർപോർട്ട് വരെയുള്ള മൂന്നാം ഘട്ടം വെച്ചാൽ 4.5 കിലോമീറ്ററാണ്. സത്യം പറഞ്ഞാൽ ഇത് 22 വർഷമായി ഈ പദ്ധതി തുടങ്ങി നമ്മൾ അനൗൺസ് ചെയ്ത് അതിൻ്റെ നടപടിക്കാണ് പോകുന്നത്. 22 വർഷമായിട്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഭൂമി വിൽക്കാനും പറ്റുന്നില്ല, സർക്കാർ ഏറ്റെടുക്കുന്നില്ല. അത് വലിയൊരു പ്രതിസന്ധിയാണ്, ആ പ്രദേശത്തെ ജനങ്ങളുടെ വലിയൊരു പ്രതിസന്ധിയാണ്. ഇന്നലെ റവന്യൂ വകുപ്പിൽ നമ്മൾ ചർച്ച ചെയ്ത് ഈ വിഷയം ചർച്ച ചെയ്താണ് ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കുക എന്നുള്ള പ്രയാസം. അതുകൊണ്ട് ഈ 4.5 കിലോമീറ്റർ ഏകദേശം 210 കോടി രൂപയാണ് അതിന് RBDCക്ക് ആണ് ഇതിൻ്റെ വർക്ക് നടത്തുന്നതും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 6/1/2018 RBDCക്ക് ഒരു പ്രപ്പോസൽ സർക്കാരിന് ഈ പറഞ്ഞ 4.5 കിലോമീറ്റർ ചൊവ്വര മുതൽ എയർപോർട്ട് വരെയുള്ള പ്രദേശത്ത് അതിനാവശ്യം 210 കോടി ഒരു പ്രപ്പോസൽ ഗവൺമെൻറ് തന്നിട്ടുണ്ട്. ഒന്നുകിൽ ആ പ്രപ്പോസൽ വീണ്ടും പരിശോധിക്കുകയോ അല്ലെങ്കിൽ പുതിയ പ്രപ്പോസൽ RBDCക്ക് കിഫ്ബിക്ക് കൊടുത്ത് നമുക്ക് 210 കോടി രൂപ അതിന് ഗവൺമെൻറ് അനുവദിക്കണമെന്നാണ് എനിക്ക് ഈ സബ്മിഷനിൽ ആവശ്യപ്പെടാനുള്ളത്. കാരണം അത്രമാത്രം ആ പ്രദേശത്തെ ജനങ്ങൾ പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ ഒരു പുതിയ പ്രപ്പോസലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അല്ലെങ്കിൽ കൊടുത്ത് നമുക്ക് ഈ പദ്ധതി കിഫ്ബിയിൽ നിന്ന് നടപ്പിലാക്കി തരാമെന്നാണ് സബ്മിഷനിൽ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നത്. വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി എയർപോർട്ട് റോഡിൻ്റെ നവീകരണം സാധ്യമാക്കണമെന്ന ആവശ്യമാണ് ബഹുമാനപ്പെട്ട അംഗം ശ്രീ അൻവർ സാദത്ത് ഇവിടെ സബ്മിഷനിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിലെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തിന് ഗുണകരമാകുന്നൊരു പദ്ധതിയാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. ആ നിലയിലാണ് സർക്കാർ ആ റോഡിനെ കാണുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട തടസ്സമുണ്ടായിരുന്നത് HMTയുടെയും NADയുടെയും ഭൂമി ലഭ്യമാകാനുള്ള കാലതാമസമായിരുന്നു. സാർ, എറണാകുളം ജില്ലയിലെ മന്ത്രി കൂടിയായ വ്യവസായ മന്ത്രി ശ്രീ P രാജീവും അവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും അതിൻ്റെ ഭാഗമായി മുൻകൈയെടുത്ത് അതിപ്പോൾ ഏറെക്കുറെ പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. NAD മുതൽ മഹിളാലയം വരെയുള്ള ഭാഗത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് 563 കോടി 34 ലക്ഷം രൂപ കിഫ്ബിയിൽ നിന്നും ലഭ്യമാക്കി തഹസിൽദാർക്ക് കൈമാറുകയും 91 വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടി അന്തിമഘട്ടത്തിലാണ്. ചൊവ്വര മുതൽ എയർപോർട്ട് വരെ 4.15 കിലോമീറ്റർ ഭാഗത്തെ പ്രവൃത്തിയിലേക്കാണ് ഇനി നീങ്ങേണ്ടത്. അവിടെയും പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. ആ സ്ട്രെച്ചിലെ പുതുക്കിയ പദ്ധതി നിർദ്ദേശം സമർപ്പിക്കുവാൻ RBDCയോട് നിർദ്ദേശിക്കാം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു പ്രാഥമിക ചർച്ച കിഫ്ബിയുമായി നടത്തിയിട്ടുണ്ട്. അതിവിടെ ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാട്ടിയതുപോലെ കിഫ്ബിയുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും യോജിച്ചു നിന്നുകൊണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ഇടപെടലും പൊതുമരാമത്ത് വകുപ്പ് നടത്തും എന്നുള്ളത് സഭയെ അറിയിക്കുക.